വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ് നമുക്ക് വരുന്നത്. ഈ രാത്രിയെ വളരെയധികം നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ആ രാത്രിയിൽ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ഈ രാത്രിയെ പരിഗണിക്കേണ്ടത് എങ്ങനെയാണ്? ഒന്ന്, നമ്മുടെ മഗ്രിബ്, ഇശാ, സുബ്ഹ് ജമാഅത്ത് പൂർണ്ണമായും അത് നഷ്ടപ്പെടരുത്. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതൊരിക്കലും നഷ്ടപ്പെടരുത്. അപ്പൊ ഇന്നത്തെ മഗ്രിബും ഇശാവും സുബ്ഹും ജമാഅത്ത് അത് നിർബന്ധമായിട്ടും പങ്കെടുക്കും എന്ന ഒരു തീരുമാനം ഉണ്ടായാൽ തന്നെ പകുതി നമുക്ക് കിട്ടി. രാത്രിയെ പകുതി നമ്മൾ ഹയാത്താക്കിയതുപോലെയായി, നമുക്ക് കിട്ടിയതുപോലെയായി. പിന്നെ നമ്മൾ വെള്ളിയാഴ്ച രാവാണ്. രണ്ട് സന്തോഷമാണ് വരുന്നത്. ഒന്ന് വെള്ളിയാഴ്ച രാവുമാണ്, മറ്റൊന്ന് അറഫ രാവുമാണ്. അപ്പോൾ ഇരട്ടി മധുരമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കണം, സ്വലാത്ത് വർദ്ധിപ്പിക്കണം. വെള്ളിയാഴ്ചകളിലൊക്കെ സ്വലാത്ത് വർദ്ധിപ്പിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അപ്പൊ നമ്മൾ ദിക്റൽക്കും സ്വലാത്തൊക്കെ ഇവിടെ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ പരമാവധി ശ്രമിക്കണം. ഇനി അതിന് കഴിയാത്തവരോ തിരക്കുള്ളവരോ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്നെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് ചെയ്യണം. നിർബന്ധമായും ഇന്നത്തെ രാത്രി ഒരു കാരണവശാലും കൊണ്ട് കളയാൻ പാടില്ല. നമുക്ക് കിട്ടുന്ന അപൂർവമായ നിമിഷങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ വെള്ളിയും അതുപോലെ തന്നെ അറഫയും ഒരുപോലെ വരിക എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്നതാണ്. അപ്പൊ ഇന്നത്തെ രാത്രി എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട രാത്രിയാണ്. അത് നമ്മൾ പരിഗണിക്കണം. മറ്റൊന്ന്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ദിവസങ്ങളിലൊക്കെ ഏറ്റവും സുന്നത്തുള്ളത് ഫഅക്തിറു ഫീഹിന്ന മിനത്ത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. നിങ്ങൾ തക്ബീർ ചൊല്ലണം, തഹ്മീദ് ചൊല്ലണം, തഹ്ലീൽ ചൊല്ലണം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ് അത് പരിഗണിച്ചുകൊണ്ട് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ദിക്ർ വളരെ ശ്രേഷ്ഠമായ രാത്രിയാണ്. ധാരാളം ചൊല്ലിത്തീർക്കണം. ഈ ദിക്റിന് മറ്റൊരു പ്രത്യേകത കൊണ്ട് ഇബ്രാഹിം നബിയുമായി ഒരു കണക്ഷൻ ഉണ്ട്. മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സലാം പറയുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബിയെ, സ്വർഗം എന്ന് പറഞ്ഞാൽ ഇന്നതാണ്. സ്വർഗത്തിന്റെ വിവരണമൊക്കെ നൽകിയിട്ട് പറഞ്ഞു, ആ സ്വർഗത്തിൽ നട്ടുപിടിപ്പിക്കാനുള്ള ഗറാസുൽ ജന്ന, സ്വർഗത്തിലെ പ്ലാന്റേഷനാണ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്ത ഒരു ദിക്ർ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ ആളുകളും അത് വർദ്ധിപ്പിക്കണം. പിന്നെയോ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നതോ അത് കൻസുൽ ജന്ന, സ്വർഗത്തിന്റെ